Hello, friend. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിന്ന് കവറൊക്കെ തൂക്കി വീട്ടിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഒരു വഴിപാട് കഴിക്കാൻ പോവാട്ടോ. 3.5 കിലോ ശർക്കര കൊണ്ടുള്ളൊരു വഴിപാടാട്ടോ. അപ്പം അത് കഴിക്കാനായിട്ട് ഞാൻ പെരും മഴ കേട്ടോ. നമ്മൾ ദേവീക്ഷേത്രത്തിലേക്കാണ് പോണത്. അപ്പം രാവിലെ തന്നെ നല്ല മഴയായി, കണ്ടില്ലേ? മഴയത്ത് നല്ലോണം മഴ പെയ്തു കേട്ടോ. അപ്പം നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ മഴയത്തൊക്കെ നമുക്ക് അമ്പലത്തിലൊക്കെ പോവാൻ. അപ്പോൾ ഇന്ന് മഴയായതുകൊണ്ട് അധികം ഭക്തരുടെ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പം വേഗം തൊഴുതിറങ്ങി വേഗം പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇത്തിരി തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ എനിക്ക്. പക്ഷേ ഞാൻ ഇത്തിരി ലേറ്റായിട്ടോ ഈ അമ്പലത്തിൽ വന്നത്. ഇവിടെ ഒരു 11 മണി വരെയും കുഴപ്പമില്ല കേട്ടോ നമുക്ക്. അപ്പം ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റു കേട്ടോ. പിന്നെ മോന് പോവുകയും ചെയ്യണം, ഫുഡൊക്കെ റെഡി ആവണം, പിന്നെ എനിക്ക് അമ്പലത്തിലും പോകണ്ടേ. അതുകൊണ്ട് ഞാനിന്ന് 4:30 ആയപ്പോൾ എഴുന്നേറ്റ് കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടു കേട്ടോ. അപ്പം മുറ്റത്താണ് തീ പിടിപ്പിച്ചത്. അതാകുമ്പോൾ ആ കഞ്ഞി അവിടെ കിടന്ന് വെന്തോളൂല്ലോ. ആ സമയം കൊണ്ട് നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കഞ്ഞി ഇവിടെ അടുപ്പത്തിട്ടിട്ട് പിന്നെ നല്ല കട്ടിയുള്ള വിറകുണ്ട്, അതൊക്കെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഞാൻ പിന്നെ പോകും കേട്ടോ. പിന്നെ അത് അടുപ്പ് അതിൻ്റെ പണിയും വിറക് അതിൻ്റെ ജോലിയും ചെയ്തോളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് വിറകൊന്ന് തള്ളി വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ സുരക്ഷകരായിട്ട് നമ്മളെ നോക്കാനും പീറ്റു വിക്കുറും ഉള്ളതുകൊണ്ട് മുറ്റത്തിറങ്ങാനൊന്നും എനിക്കൊരു പേടിയില്ല കേട്ടോ. അവർ നമ്മളെ സംരക്ഷിച്ചോളൂ കേട്ടോ. അങ്ങനെ നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട് പരപരാന്ന്. അപ്പം ഞാൻ അടിച്ചു വാരൽ തുടങ്ങി കേട്ടോ. അടിച്ചു വാരി ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്കും വെട്ടമൊക്കെ അത്യാവശ്യം നല്ലോണം വന്നു കേട്ടോ. അപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നതേ. അമ്മ എന്നിട്ട് ചെരുപ്പ് മുൻവശത്തായിരുന്നു ഇട്ടത്, അതെടുക്കാൻ വന്നതാട്ടോ. അപ്പോഴത്തേക്കും കണ്ടില്ലേ, എൻ്റെ അടിച്ചു വാരൽ കഴിയുമ്പോഴത്തേക്കും ഏകദേശം സൂര്യൻ ഉദിച്ചു വരും കേട്ടോ. എന്നുവെച്ചാൽ അതും ഇതും ചപ്പും കാടും ഒക്കെ ഒന്ന് നോക്കും. പിന്നെ പറിച്ചു വെച്ച തെയ്യം പറിച്ച് മാറ്റി പറിക്കും. അമ്മ എപ്പോഴും പറയുന്ന കാര്യം കേട്ടോ. ഞാനത് വേറൊരു സ്ഥലത്തുനിന്ന് പറിച്ചുകൊണ്ട് വെച്ചാൽ കേട്ടോ. അപ്പോൾ അത് അവിടെ കുതിര കിടന്ന അന്നേരം അതെടുത്തൊന്നും മാറ്റി ഇട്ടതാട്ടോ. അങ്ങനെ ഞാൻ രാവിലെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ റോസ് ഉണ്ടല്ലേ, നിറച്ചും പൂത്ത് നിൽക്കുക കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ തുണിയൊക്കെ അലക്കിയിട്ട് ഞാൻ പിന്നെ കുളിച്ചു കേട്ടോ. രാവിലെ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടിയൊക്കെ ഉണങ്ങിയിരിക്കുള്ളൂല്ലോ, അമ്പലത്തിൽ പോകാനും ഉള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ ഒരു നല്ലൊരു വെളിച്ചമൊക്കെ കണ്ടാട്ടോ ഞാൻ എങ്ങനെ അമ്പലത്തിൽ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച്. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ പിന്നെ പെട്ടെന്നാട്ടോ പെട്ടെന്ന് മഴ പെയ്തത്. പിന്നെ മുട്ടക്കറിയൊക്കെ വെക്കുന്ന കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി മുട്ടയും ആട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ് പിന്നെ നമ്മൾ പുഴുങ്ങിയെടുക്കുക കേട്ടോ ചെയ്ത. മുറ്റത്തടുപ്പി വെച്ച് തന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തു. അതുകൊണ്ട് മുട്ട അവിടെ വെച്ച് തന്നെ പുഴുങ്ങി കേട്ടോ. പിന്നെ നമ്മൾ അകത്ത് കൊണ്ട് വെച്ചാണ് പുളിക്കുന്നത്. അതുകൊണ്ട് അതത്രയും അവിടെ നിന്നിരുന്ന് വെന്ത് കിട്ടുമല്ലോ അല്ലേ. ഇത് നല്ലൊരു ഐഡിയ കേട്ടോ. അപ്പം മുട്ടയും പുഴുങ്ങി ഉരുളക്കിഴങ്ങും പുഴുങ്ങിയ പിന്നെ നമുക്കത് കറി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ തേങ്ങാപ്പാലും പിഴിഞ്ഞ് വെച്ചൊരു മപ്പാസ് എന്നൊക്കെ പറയൂ കേട്ടോ. അതുപോലെ വെളുത്തുണ്ടാക്കിയതാണ്. പക്ഷേ ഉള്ളി ലേശം മൂത്തുപോയി കേട്ടോ. ഞാൻ ഉള്ളി നല്ലോണം വഴന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഉള്ളി ലേശം മൂത്തുപോയി. അപ്പോൾ നമ്മൾ വെളുത്ത് കറി വെക്കാനായിരുന്നു ഇരുന്നത്. കുഴപ്പമില്ല, വെളുത്താണേലും ചിലർ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു വെള്ളക്കിഴങ്ങ് ഇഷ്ടം മുട്ടയൊക്കെ ചേർക്കുന്നുണ്ട്, നമുക്ക് വെളുത്ത് ഇരിക്കില്ലേ, അപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. ഇത് മപ്പാസ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകും പച്ചമുളകും ആണ് കേട്ടോ കൂടുതലിടുന്നത്. അപ്പോൾ മപ്പാസ് വയ്ക്കാൻ അറിയാവുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. മുട്ട മപ്പാസ് വയ്ക്കും ഉരുളക്കിഴങ്ങും കൊണ്ട്. ചിക്കനും കറിയൊക്കെ അങ്ങനെ മപ്പാസ് വയ്ക്കുക കേട്ടോ. നമ്മൾ പിന്നെ മിക്കവാറും മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടായി. പക്ഷേ ഇതിൽ ലേശം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ
ഉള്ളി ഇച്ചിരി മൂത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ ഇത് നല്ല വൈറ്റ് കളറിൽ നിൽക്കണ്ടേ. അതിനകത്ത് കുറച്ച് പെരിഞ്ചീരകം, കറുവപ്പട്ട, ഏലക്ക ഒക്കെ കൂടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാട്ടോ ചേർത്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തേ. പിന്നെ അതൊക്കെ അതിനകത്തേക്ക് പെറുക്കി ഇട്ടു കേട്ടോ. അപ്പം നല്ല തിള വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടയും പെറുക്കിയിട്ടു. നമ്മുടെ മപ്പാസ് കറി റെഡിയായി, ചപ്പാത്തി റെഡിയായി കേട്ടോ. പിന്നെ ആണ് ചായ എടുത്തത്. ചായ അതിന് തന്നെയാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ചായയൊക്കെ എടുത്ത് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അമ്മ പറഞ്ഞു എന്നിട്ട് പോയാൽ മതിയെന്ന്. നമ്മുടെ ഇവിടുന്ന് ബസ്സുണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മുടെ ബസ് പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല ലേശം ലേറ്റ് ആയാലും. പിന്നെ ഞാൻ ചായയൊക്കെ എടുത്ത് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചായ എടുക്കുക കേട്ടോ. അപ്പം ഞാൻ ചായ എടുക്കുന്ന കാണുമ്പോൾ മുംബൈ അച്ചൈൻസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, ദീപ എന്ന് പറഞ്ഞ്. ദീപ ഇത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ദീപ പറഞ്ഞത് ദീപയ്ക്കും ചായ കുടിക്കാൻ തോന്നും. അപ്പോൾ ഉടനെ ഓടിപ്പോയി ഒരു കപ്പ് ചായ എടുത്ത് ഉണ്ടാക്കി കുടിക്കുന്നു കേട്ടോ. അപ്പോൾ ദീപയ്ക്കൊരു ഹായ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഇവിടെ കംപ്ലീറ്റഡ് ആയേ. ഇനി നമുക്ക് ഞാൻ പോകാൻ റെഡിയാവുകട്ടെ. പെട്ടെന്ന് ചെയ്തത്. എനിക്ക് പിന്നെ അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റും ചായയാക്കി ഞാൻ പോവുകട്ടെ ചെയ്തത്. പിന്നെ ബോക്സൊക്കെ തയ്യാറാക്കി മോൻ യാത്ര അയച്ചതൊക്കെ അമ്മയാണ്. എനിക്ക് പിന്നെ ഒന്നും നോക്കി നിൽക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. വേഗം ഞാൻ അമ്പലത്തിലേക്ക് യാത്രയായിട്ട് ചായയൊക്കെ കുടിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോവുകട്ടെ ചെയ്തത്. അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് മീനും മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. മത്തിയാണ് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം നമ്മുടെ പീറ്റുവിനെ അഴിച്ചു വിട്ടിട്ട് പീറ്റു എൻ്റെ കൂടെ അമ്പലം വരെ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടിയുടെ പുറകെ വരാനൊരുങ്ങി കേട്ടോ. പീറ്റുവിനെ ഞാൻ ഓടിച്ചു വിട്ടിട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് പീറ്റു പിടി തരാതെ നിന്നുകൊണ്ട് ഇക്രുവിനെ അഴിച്ചു വിട്ടതും കുറച്ച് ലേറ്റായിട്ടാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം ഇവിടെയും പിടി കിട്ടിയില്ല കേട്ടോ. ഇവൾ പിന്നെ കൂട്ടി വന്ന് കയറാൻ പറഞ്ഞാൽ ഓടി വന്ന് കയറും. പീറ്റു ആണ് കേട്ടോ കുറച്ച് അനുസരണക്കേടുള്ളത്. അങ്ങനെ ഞാൻ മീൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പം മൂപ്പത്തിക്ക് മീൻ അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. പച്ചയ്ക്ക് അങ്ങനെ കഴിക്കാതെ നമ്മളങ്ങനെ പച്ചയ്ക്ക് കൊടുക്കുന്നുമില്ലേ. അപ്പോൾ വെട്ടി ഇരിക്കുമ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ലേശം കൊടുക്കാൻ തോന്നി. അങ്ങനെ ഞാൻ അത് ഇട്ട് കൊടുത്തപ്പോൾ അവളത് അരച്ചരച്ചാട്ടോ കഴിക്കുന്നത്. അവൾക്ക് വലിയൊരു ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ നമ്മൾ ഈ മീനിൻ്റെ തലയും ചെകിളിയൊക്കെ നമ്മൾ കറി വെച്ചാട്ടോ അവർക്ക് കൊടുക്കുന്നത്. ചോറിലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ അവർക്ക് ചോറുണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അമ്മയാണേലും ഫ്രിഡ്ജ് വെച്ചതൊന്നും കൊടുക്കില്ല. അമ്മ പറയും അവർക്ക് വയറ്റിൽ അസുഖം വരും എന്നാട്ടോ അമ്മ പറയുന്നത്. മീൻ കറി വയ്ക്കാതെ കൊടുത്താൽ വയറ്റിൽ അസുഖം വരും, പിന്നെ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ അസുഖം വരും എന്നൊക്കെ. അമ്മയ്ക്ക് വരുന്ന അസുഖം ഫ്രിഡ്ജ് വെച്ച് കഴിക്കുന്ന വല്ല അസുഖം വരുന്ന പോലെ തന്നെയാട്ടോ അവർക്ക്. അമ്മയുടെ പെറ്റ്സിന് അസുഖം വരുമോ എന്ന് പേടിയാട്ടോ. അതുകൊണ്ട് അമ്മ പഴകിയ ഭക്ഷണമോ ഫ്രിഡ്ജ് വെച്ചതോ അവർ കഴിക്കുകയില്ല കേട്ടോ. തിളപ്പിച്ചൂറ്റിയ ചോറ് പോലും അവർ കഴിക്കുകയില്ല കേട്ടോ. അപ്പം മീനൊക്കെ മത്തിയൊക്കെ വെട്ടി മത്തിയൊക്കെ വേഗം തന്നെ കറിയാക്കണം കേട്ടോ. എനിക്ക് എന്നിട്ട് വില്ലേജിൽ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. വില്ലേജിൽ നിന്ന് നമ്മുടെ സ്ഥലവും വീടും ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് അവരൊന്ന് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ ഇതുവരെയും നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വീട്ടു നമ്പറിന് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. എല്ലാത്തിനും ഞാൻ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ നടക്കാനും ഒക്കെയും. അതുകൊണ്ട് പിന്നെ ആദ്യത്തെ പടിയായിട്ട് നമ്മൾ മീറ്റർ ഷിഫ്റ്റിങ് അതൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സുഖമില്ലാതെ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ വില്ലേജിൽ ചെന്ന് അവരന്നേരം അളക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പിന്നെ അവരെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞ് അത് ആവശ്യാർത്ഥം ഞാൻ ചെന്നാട്ടോ. അപ്പോൾ അവർ വന്നു കേട്ടോ. ചെന്നപ്പോൾ ആരും ഇല്ല. ഇതൊക്കെയുള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.